2 വണ്ടി എന്നൊക്കെ പറഞ്ഞപ്പോ ഒരു വണ്ടിക്കുള്ള ആൾക്കാരേ ഉള്ളൂ. നേരെ നരകത്തിലേക്ക് ഡയറക്റ്റ് പോയാലും ചാക്ക് എടുക്കണോ? ഇതാണ് മെയിൻ കള്ളത്തി. പാമ്പ് പറയും ഞാൻ കുറച്ച് മുന്തിയതാണ്. മതിയോ? അല്ല, വയനാട്ടിലേക്ക് ടൂർ പോകുന്നതില് 2 വണ്ടിയിൽ ഓരോ വണ്ടിയിൽ ആരൊക്കെ കയറണം എന്നുള്ളതാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിൽ നമ്പറുകളാണുള്ളത്. ആ നമ്പറുകളുടെ ലിസ്റ്റ് അനുസരിച്ചുള്ള പേര് ഇതിനകത്തുണ്ട്. എക്കോസ്പോട്ട് കയറുന്നതൊക്കെ 2, 4, 6, 8 അങ്ങനെയുള്ളത്. എത്ര സംഖ്യ ഡ്രാമ വേണം. അത് പറയൂല അല്ല. പിന്നെ അപ്പൊ ഇതിലെന്താ, നിങ്ങൾ അവരുടെ നമ്പർ എടുക്കുമല്ലോ. ആ നിങ്ങൾക്ക് അറിയില്ല കിട്ടുമ്പോ തന്നെ ഞാനിപ്പോ വെളിപ്പെടുത്താൻ നോക്കില്ല. ഓട് മണ്ണ് ആടവണ്ണെന്നൊന്നുമില്ല. എന്നിട്ട് ഓരോരുത്തർ തുടങ്ങിക്കോ പറഞ്ഞോ. അതായത് 1-ാം നമ്പർ ആർക്കാ കിട്ടിയ? ഒന്ന് ഷക്കീബിന്റെ നമ്പർ എത്രയാണ്? ഏതാ കാറ്? അവരോട്ടിന്റെ കാറ് എന്ന് വിചാരിക്കും. അല്ല, 2 മോള്. സിറ്റിയാ? സിറ്റി. 3 ആൾക്കാരുടെ 3 ഓള് നേരത്തെ പറഞ്ഞോക്ക് ഭാഗ്യം. 4 ആൾക്കാരുടെ അല്ല 4 സിറ്റി. സിറ്റി തന്നെ അല്ലേ? 2, 4 സിറ്റിയല്ലേ? സിറ്റി കാണിക്കാൻ പറ്റില്ല. 6 അപ്പൊ ഏട്ടാ ട്രിപ്പിനൊരു തീരുമാനമായി. നമ്മളെ സിറ്റിയിലാ. 2 കൈ പൊക്കുക. 1, 2, 3, 4, 5 സിറ്റി. അപ്പൊ എത്ര ആളുണ്ട്? 5 പേര്. ഞാൻ ഇത് എന്തിനെടുത്താന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത് ഞാൻ പേര് എഴുതിയിട്ട് എന്താ പേര് എഴുതിയ? ഞാൻ സിറ്റിയൊക്കെ ആ കാണിക്ക. എന്തായാലും എഴുതിയ പേരും നമ്പറും ഇട്ടിരുന്നു. അതൊക്കെ തെറ്റിപ്പോയില്ലേ? പിന്നെ ഇതെന്തിനാ നമുക്കിട്ട്? ഗുഡ് മോർണിംഗ് ഗൈസ്. ഇപ്പൊ സമയം 5:30 5:45 ആവാറായില്ലേ? ഓക്കെ, നമ്മളെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. എല്ലാരും ജസ്റ്റ് എഴുന്നേറ്റിട്ടേ ഉള്ളൂ. ഇതങ്ങനെ മെല്ലെ മെല്ലെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതാ ഷക്കീബ് ഊഞ്ഞാലിൽ ആടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സുരഭി ചേച്ചി ബിരിയാണിന്റെ ബാക്കിയുള്ളതും പിന്നെ ഇന്നത്തെ ബീഫിന്റെ 3 വെജിറ്റേറിയൻ ആണോ?
ബിരിയാണി കഴിക്കും, ബിരിയാണി റൈസ് കഴിക്കും അല്ലേ? ചിക്കൻ എടുക്കണ്ടേ? കടുവയ്ക്ക് കുറച്ച് ചിക്കൻ കൊടുക്കാതൊക്കെ കണ്ടോ. പാവം നിക്കാലുമോൻ വെള്ളം നിറച്ചോണ്ടിരിക്കുക. നമുക്ക് വെള്ളം വാങ്ങിക്കാനൊന്നും പറ്റൂല. അപ്പൊ അത് ചുക്കുവെള്ളം നിറച്ചോണ്ടിരിക്കുക. എല്ലാരും ഓരോ സിപ്പായിട്ട് കുടിക്കാൻ പാടുള്ളൂ, അടുത്ത് കമഴ്ത്താനൊന്നും പറ്റൂല. അത് വെള്ളത്തിന് മറ്റേ ഇവിടെ എത്തിക്കഴിഞ്ഞ ആ അരുവിയില്ലേ, അവിടുന്ന് റീഫിൽ ചെയ്യാ. ഓ ഗോഡ്. അപ്പൊ ബാക്കി വിശേഷങ്ങൾ കുറച്ചുകൊണ്ട് കാണാം. അയ്യോ, ഞങ്ങക്ക് കുരങ്ങനെ കൊടുക്കാനുള്ള ബിരിയാണി ഉണ്ട്. മണം വരും അമ്മ. എന്നാ പോലെ അത് കഴിക്കാൻ കുരങ്ങനെ കൊടുക്കണ്ട അറിയ. ബ്രേക്ക്ഫാസ്റ്റ് ആയിന്ന് പറയും. വേണ്ട വൈറസ് ശരിണ്ടാവില്ല. നീ എന്താ ഇനില്ലേ? കഴിഞ്ഞു. അപ്പൊ ബാക്കി ടീമൊക്കെ കുറച്ചു വരും, കുറച്ച് സമയത്തിൽ വരും. എന്നിട്ട് ഞങ്ങൾ ഇറങ്ങുമ്പോ കാണിക്കാം. ഗേറ്റ് അടയ്ക്കുന്ന ഒന്നുകൂടെ തീരുമാനിക്കാം. സുരഭി ചേച്ചി ഫൈന്, ചേച്ചിക്ക് ഫൈന്. ഞങ്ങള് രാവിലെ തന്നെ കെട്ടി ഒരുക്കി. അങ്ങനെ അവസാനം ഞങ്ങളിതാ ഇറങ്ങാണ്. 2 വണ്ടി എന്നൊക്കെ പറഞ്ഞപ്പോ ഒരു വണ്ടിക്കുള്ള ആൾക്കാരേ ഉള്ളൂ. എന്താന്നൊന്നും അറിയില്ല. ഇവിടെ എവിടെയാണ് നമ്മള്? വയനാട്ടിൽ എത്തുന്നില്ല നമ്മള്, അപ്പോഴും കോഴിക്കോടാണ്. അപ്പൊ ശരി, എന്താ പരിപാടി എന്നൊന്നും അറിയില്ല. ഞങ്ങൾ ആദ്യം പാടി അങ്ങോട്ട് പോവാണ്. അപ്പൊ പരിപാടിയിൽ കാണാം. അപ്പൊ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഫസ്റ്റ് മീൽ ഓഫ് ദി ഡേ അനുപേട്ടൻ സ്പോൺസർ ചെയ്ത. താങ്ക് യു അനുപേട്ട. പൊരിച്ച പത്തിരി. അല്ല, ഞാൻ പറണ്ട വെച്ചു കാണിക്കാത്തിനെ കൊണ്ട്. പക്ഷെ ഞങ്ങൾ രാവിലെ ഒരു കട്ടനും റൊട്ടിയും കഴിച്ചായിരുന്നു. ബാക്കി കയ്യിലുണ്ട് പറയും. ബാക്കി കഷ്ണം കയ്യിലുണ്ട്. ഈവനിങ് ചായ. ഇനി 4 മണി ചായക്ക് ഞങ്ങള് പ്രോപ്പർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തിയാട്ടോ. ഇവിടെ അത് സ്ഥലം ഏകദേശം ചുരം കയറാറായിട്ടുണ്ട്. കേക്കുണ്ടല്ലോ, ഫുള്ള് വണ്ടികളായിരുന്നു. ചായ ഇത് ബഡ്ജറ്റിൽ നിൽക്കും തോന്നില്ല. കടുക്ക റോസ്റ്റ്, കൂന്തൽ റോസ്റ്റ്, ചെമ്മീൻ തവ ഫ്രൈ. ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നാക്കാം. അല്ല, ഇത് ബഡ്ജറ്റ് നിൽക്കൂല, അതുകൊണ്ടാ ഒറ്റയടിക്ക് തീർത്താ. സത്യം ഫൈനാവുന്നൊക്കെ. പുസ്തകം പോലെ എങ്ങനെ അത് ഈ ഖുർആൻ നോക്കിയിട്ടല്ലേ ജീവിക്കുന്നത്? നോക്കിയിട്ട് ജീവിക്കേണ്ട പോയാൽ മതി. ഓ അമ്മോ, വേറെ നരകത്തിലേക്ക് ഡയറക്റ്റ് പോയാലും ഇവര് പറയുന്ന പുട്ട് വന്ന് വേറെ ആരും പറഞ്ഞില്ലല്ലോ. വാവ്, കല്ലുമ്മക്കായ. അത് കറക്റ്റ്. കല്ലുമ്മക്കായ വീതിക്കാം. 6 വീതിക്കാം. മുറിക്കേണ്ടി വരും ഒരു കല്ലുമ്മക്കായ. 1 ഹാഫ്. സൂപ്പർ. എല്ലാവർക്കും 2 എണ്ണം കിട്ടിയോ? അടുത്ത ഇതില് ബാക്കിയുള്ളത് ചാറ് നക്കികൾ എടുത്തോളൂ. ലൈറ്റ് പോയോ തുണക്കിപ്പോ? ഇങ്ങനെ സെപ്പറേറ്റ് പോകട്ടോ. കുറച്ച് ഗ്രീൻ പീസ് കൊടുക്കല്ലേ? എല്ലാവർക്കും 2 എണ്ണം കിട്ടിയോ?
കുറച്ച് ഗ്രീൻ പീസ്, ഇതില് ബാക്കിയുള്ളത് ചാറുണ്ട്. ചാർമത്തിൽ എടുത്തോളൂ. ബാക്കി വെക്കണം ചെയ്തു. മിക്സ് ചെയ്ത് കഴിക്കാം. ഗ്രീൻ പീസും കല്ലുമ്മക്കായും. അല്ലല്ല ഞാന് പിന്നെ ഞാൻ പറഞ്ഞില്ല ഷക്കീബ് അത്ര പാവല്ലാന്ന്. ഷക്കീബ് പാവൊക്കെ തന്നെയാ, പക്ഷെ ഇങ്ങനെ നല്ല നല്ല സാധനങ്ങളെ ഓനെ ക്രൂശിച്ചിട്ടുണ്ട് നല്ല. ഷക്കീബേ അതുകൊണ്ടല്ല ഉറങ്ങാഞ്ഞത്. ഇതാ വെൽക്കം ടു വയനാട്. വയനാട് ആരെങ്കിലും ഒന്ന് എടുക്ക്, വീഡിയോ എടുക്കണ്ടോ? ഞെക്കിയോ? ഞെക്കിക്കോ? എന്നാ വിട്ടോ, മോളിൽ കൂടെ എടുക്കാൻ പറ്റെങ്കിൽ. നാട്ടുമാങ്ങടാ, മറ്റേ കണ്ണിമാങ്ങ പറഞ്ഞാലും മറ്റേ മാങ്ങ. നല്ല നോക്ക് എടുക്ക്. നല്ലത് എത്രയൊക്കെയാണ് എടുക്കാൻ പറ്റുക? അവിടെ ഏതാ? 5. അതാ ഈ ഒന്നും അറിയില്ലേ? നീ നല്ല നല്ല മണം. എല്ലാരും വന്നാ കൊറേ പെറുക്കാം. നല്ല നോക്കി കിട്ടണം. കവറും കിട്ടി. അത് കുറച്ച് പച്ച എന്നിലെ പെറുക്കി ഉണർന്നു നോക്കി. പെർക്കികൾ മുന്തി പെറുക്കി വണ്ടി അപ്പം സ്നാക്കായി ലഞ്ച് പടം തീർക്കും. അത് വീണിട്ട് പൊട്ടിയിട്ടുണ്ട്. ഫുള്ള് പൊട്ടീന്. നാട്ടുമാങ്ങ ബാക്കിയുള്ളതൊക്കെ കൊടുത്തു. ഇത് എത്ര തന്നെ അല്പം നോക്കുള്ളൂ. സൂനെ വിളിക്കണ 1 2 3 4. ഞാൻ ഫസ്റ്റ്. സെക്യൂരിറ്റി നോക്കണോ? ചേച്ചി ഒരു അഡ്മിഷൻ എടുക്കാനായി കുട്ടിക്ക്. റിസോർട്ടിലേക്കാ. അല്ല ഇപ്പൊ പോകും. ഞങ്ങളൊരു മാങ്ങ കണ്ടത് കൊതിയോടെ പറിക്കും. അടിപൊളി. ഇതാണ് യഥാർത്ഥ നല്ല പൊട്ടുമാങ്ങ കേട്ടോ. പുളിയാ. മതി ചേച്ചി തിന്ന് നോക്കിട്ട് എടുത്തോ. വെറുതെ കിട്ടാന്ന് വെച്ചിട്ട് കിട്ടിയാ ഒന്നും തിന്നു. എന്തത്? കേറ്റിക്ക വണ്ടി കേറ്റിക്ക. മതി. ഒരു കാര്യം ചെയ്താലോ, മാവ് ഒന്നായിട്ട് പോയി കുലിക്കോ. കനങ്ങുണ്ടോ നോക്കാം. തടിയുണ്ട് നല്ല. അതെവിടെ വെക്ക? എന്തിനിടാനാ? കവറുണ്ട്. നീ വേറെ കവറുണ്ടോ? എവിടെയാ? ഡിക്കി തുറക്ക്. ചവിട്ടി പൊളിക്കോ? പേരൊക്കെ വേണോ? അതാ ഒരു കാറ്റിൽ വീണാട്ടോ. കാണിക്കും. നല്ലതായിരിക്കും.
കൊതി വിടുന്ന ചേച്ചി കഴിച്ചു നോക്കുക. പുളി പാകാവാണ്ടേ അല്ല അങ്ങോട്ടെടുത്ത് വേണ്ട വേണ്ടതൊക്കെ സാറുമാരെന്തോ ഞങ്ങളുടെ ആക്രാന്തം കണ്ടെടുക്കാണോ പുളിയല്ല നൈസായിട്ട് പണി മാറി. പുളിയല്ല ഇല്ല ഇതാണ് ഈ മാങ്ങയുടെ ടേസ്റ്റ് വെള്ളം വന്നിട്ട് നിൽക്കാറില്ല വയ്യ അപ്പൊ പഴുക്കാത്ത ബിസ്മിയൊക്കെ ചൊല്ലി ഫർള് പോലും ചെയ്യാത്തവര് സുന്നത്തൊക്കെ ചെയ്തു തുടങ്ങി. ട്രൈ ദിസ്. നല്ല ചോയ അല്ല ഇതിന്റെ ടേസ്റ്റ് അല്ലേ അല്ലേ? അല്ലേ ഇത് നമ്മളുടെ ഒരു ഞാൻ നൊസ്റ്റാൾജിക് പഴുത്ത് തിന്നു. അല്ലെ ഒരു നൊസ്റ്റാൾജിക് സാധനമാണ് ഈ ടേസ്റ്റ്. ഇങ്ങനത്തെ ഒത്തന്റിക് ആയിട്ടുള്ള ഈ ടേസ്റ്റുകൾ കാണുമ്പോൾ ഒരു ഫുഡിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മളുടെ നാവ് പെട്ടെന്ന് സെൻസ് ചെയ്യുന്നത് പോകുമ്പോ ഈ വഴി ഒന്ന് പോവാ നീ വീണാലോ ഡ്രസ്സിലാക്കല്ലേ ഉണ്ടോ നോക്കണേ ഉണ്ടോ ഇത് മുഴുവനാ. വലിയൊരു റോബറി കഴിഞ്ഞിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. റോബറി വലിയ എന്താണ് കടത്ത്, മാങ്ങ കടത്ത്. കാണിച്ചു തരാം. നമ്മൾ കട്ടെടുത്ത സാധനം എവിടെ? നമ്മൾ കട്ടെടുത്ത പ്രോപ്പർട്ടി. യെസ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ പഴുത്ത മാങ്ങ തിന്നലില്ല. ഇതാണ് മെയിൻ കള്ളത്തി. വലിയ തോതിലുള്ള കളവാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാണിച്ചു തരാം. മെയിൻ കള്ളത്തി ഇതാ. ഓ, കളന് കഞ്ഞി വെച്ചവൾ പക്ഷെ നല്ല നാരുണ്ട് കേട്ടോ വല്ലിന്റെ ഇടയിൽ. കാറിലിരുന്ന് സൈഡിൽ അങ്ങനെ കുത്തി തേച്ച് വെച്ചാൽ ഞാൻ എല്ലാത്തിനും അടിക്കും കേട്ടോ. എടാ എനിക്കൊരു കണ്ണടയും കൂടി ഉണ്ട്. അതെവിടെ? ഇപ്പൊ തൽക്കാലം അത് വെച്ചോ, എടുത്ത് കണ്ണുമല കേക്ക്. എന്താ ആ ഓക്കെ. ഇവിടെ പട്ടി അങ്ങനെ ഇവിടെ ബാത്റൂം മൂത്രമൊക്കെയല്ലോ. മുഖം പൊന്നൂസിന്റെ ഇല്ല. നമ്മുടെ ട്രിപ്പിലെ കുട്ടിക്കാലത്തേക്കുള്ള ഓർമ്മ എന്ന സെഗ്മെന്റ് ആണ് ഇപ്പൊ കഴിഞ്ഞത്. വയനാട്ടിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഒരു മാവിൽ നിന്നും ഇന്നലെ രാത്രിയിലെ കനത്ത മഴയിലും കാറ്റിലും അങ്ങ് വീണ് പടർന്ന് പതിലച്ച് ഈ മാങ്ങകൾ പെറുക്കിയിട്ടും ഞങ്ങളുടെ കൈകൾ കുഴഞ്ഞ് അവസാനം ഞങ്ങളത് നിർത്തി. അതിൻ്റെ രുചി നമ്മൾ സാധാരണ വാങ്ങുന്നില്ല, ശരിക്കും അത് ഒന്ന് സ്മെല്ല് ചെയ്ത് അതൊന്ന് ടേസ്റ്റ് ചെയ്യുമ്പം ഒരുപാട് വർഷം പിന്നിലേക്ക് പോവുകയാണ്. ആസ്വാദനം അങ്ങ് കട്ട് ചെയ്യും. നല്ല രസമുണ്ട്. അത് ഫുള്ള് കോടേക്ക് ഭയങ്കര രസമാണ്. നല്ല രസമുണ്ട്. സെറ്റാണ് ചേച്ചി. അങ്ങനെ പോട്ടെ മുന്നോട്ട് പോട്ടെ. ഇവ മാത്രമാണെങ്കിലേ തലയിടിച്ചു. നമ്മുടെ ഡ്രൈവർ എവിടെ? അഭിനയിക്കാം. ഓഫ് റോഡ് അങ്ങനെയാണോ വിളിക്കുക? എന്താ ചെയ്യ? ഓഫ് റോഡ് അത് കൊരങ്ങനെ കാണിക്കടാ. കാണിക്ക്, കൊരങ്ങനെ കാണിക്ക്. നോക്ക്
നിറയെ കുരങ്ങന്മാരാ. കുരങ്ങച്ചൻ, കുരങ്ങമ്മ, കുരങ്ങക്കുട്ടി. പോയി വാ. ഇനിയൊന്ന് സിപ്പ് ലൈനിൽ കയറ്റം എന്ന് പറഞ്ഞിട്ടുള്ള. എങ്ങനെ ഉണ്ടായിരുന്നു അഡ്വഞ്ചർ യാത്ര? നിങ്ങളൊക്കെ ജീവനോട് എന്നോട് നന്ദി പറയണം. ഭാഗ്യം അൽഹംദുലില്ലാ. എനിക്ക് സിപ്പ് ലൈനിൽ കയറണം. ഞാൻ അതിനാ വയനാട്ടിൽ വന്നേ. പ്രോ ഡ്രൈവറാണ് നമ്മള്, പ്രോ ഡ്രൈവർ. പിന്നല്ല. ഓ അടിപൊളി വീഡിയോ കേട്ടോ ചേച്ചി. ആ നല്ല രസമുണ്ട്, സെറ്റാണ് ചേച്ചി. അങ്ങനെ പോട്ടെ പോട്ടെ, മുന്നോട്ട് പോട്ടെ. ലെഫ്റ്റ് ലെഫ്റ്റ് കൂട്ടിയെടുക്ക്. ഓ പാമ്പിനോട് ഏതാ എനൊന്ന് ചോദിക്കണ്ടേ? ഏത് പാമ്പാ കുത്തി എങ്ങനെ തിരിച്ചറിയും? ഏത് പാമ്പാ കുത്തിയെന്ന് എങ്ങനെ മനസ്സിലാവും? അപ്പൊ ആ പാമ്പിനോട് ചോദിക്കണം ഇനി ഏതാ ഏനാന്ന്. അപ്പൊ പാമ്പ് പറയും ഞാൻ കുറച്ച് മുന്തിയനാണെന്ന്. മതിയോ? ഷൂട്ടാണല്ലേ ഇവിടെ. അവൻ അറിയാണ്ട് അവന്റെ തൊഴില് ചെയ്തു. അറിയാണ്ടാണെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ. ഇങ്ങോട്ട് കാണിക്കുന്നേ കണ്ടു സെൽഫ്. എനിക്ക് എങ്ങനെ നാച്ചുറലിൽ നിന്ന് മേക്കപ്പ് ചെയ്യുന്നല്ലേ? നാച്ചുറൽ നിന്നല്ല, നേച്ചർ. നാച്ചുറൽ നിന്ന് മേക്കപ്പ് ചെയ്യുമ്പോ നാച്ചുറൽ മേക്കപ്പ്. ഷോട്ട് ഞാനാണോ 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 എന്നൊക്കെ. പോയിക്കോട്ടെ.